സാറേ തുടങ്ങുക. ഓക്കെ 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 ഓക്കെ. സുഹൃത്തുക്കളെ, AKPCTIയുടെ സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വേദിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഡോക്ടർ N. രേണുകയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ AKPCTA സംസ്ഥാന പ്രസിഡന്റ് ജോജി അലക്സ് മാഷ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന AKPCTAയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഡോക്ടർ C. പത്മനാഭൻ മാഷ്, യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ TM കൃഷ്ണ, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി, ഉപസംഹാരം നടത്തുന്ന AKPCTA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VP മാർക്കോസ് മാഷ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയമുള്ള സംഘടനാംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിരമിച്ച അധ്യാപകർ, സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയ സുഹൃത്തുക്കളെ, AKPCTA പുതിയതായി രൂപീകരിച്ചിട്ടുള്ള സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. AKPCTA 63ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് കൾച്ചറൽ ഫോറം, സാംസ്കാരിക വേദി എന്നുള്ള ഒരു ആശയത്തിന്റെ പ്രഖ്യാപനം വന്നത്. ഒരു സർവീസ് സംഘടന എന്നുള്ളതിലുപരിയായി ഇന്ത്യയുടെ അക്കാദമികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മണ്ഡലങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് AKPCTA. സംസ്കാരം എന്ന പദം തന്നെ വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സാംസ്കാരികമായി നവീകരിക്കുക, സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുക തുടങ്ങി പലതരത്തിലുള്ള ലക്ഷ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് സാംസ്കാരിക വേദി എന്നുള്ള ഒരു ആശയം രൂപീകരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ തുടർന്നു പോകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടേത്. പലപ്പോഴും അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാലത്തിന്റെ ആവശ്യം തന്നെയാണ് സാംസ്കാരിക വേദി എന്നുള്ള ഒരു സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7 അംഗ സമിതിയായിട്ടാണ് സാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ യോഗത്തിന്റെ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോജി അലക്സ് മാഷാണ്. യോഗത്തിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് ആദരണീയനായ ജനറൽ സെക്രട്ടറി ഡോക്ടർ C. പത്മനാഭൻ മാഷാണ്. യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമകാലിക ഇന്ത്യ, സൗന്ദര്യശാസ്ത്രവും രാഷ്ട്രീയവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് പ്രസിദ്ധ ഇന്ത്യൻ സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ TM കൃഷ്ണയാണ്. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിന് ഒരു ആമുഖം ആവശ്യമല്ലാത്ത രീതിയിൽ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MA ബേബിയാണ്. യോഗത്തിന്റെ ഭാവി പരിപാടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് യോഗ നടപടികളെ ക്രോഡീകരിച്ച് ഉപസംഹരിച്ച് സംസാരിക്കുന്നത് AKPCTAയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഡോക്ടർ VP മാർക്കോസ് മാഷാണ്. പലതരത്തിലുള്ള സമിതികളുടെ കൃത്യമായൊരു ഏകോപനത്തിലൂടെയാണ്
നമ്മൾ ഇതുപോലെയുള്ള ഒരു ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എക്കാലവും ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപക സംഘടന പലതരത്തിലുള്ള അതിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി മുതൽ ബ്രാഞ്ച് തലങ്ങളിൽ വരെയുള്ള പ്രവർത്തന ശൈലികൾ, നയങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരു ജനാധിപത്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ ജനാധിപത്യ ബോധത്തിന്റെ ഒരു ഹൃദ്യമായ ഏകോപനം നമുക്കിവിടെ ഇന്ന് സാധ്യമാവുകയാണ്. കാരണം അതിന്റെ ഫലമായിട്ടാണ് സാംസ്കാരിക വേദി എന്നുള്ള അമൂർത്തമായ ഒരു ആശയത്തിന് പ്രായോഗികമായ ഒരു തലം കൈവരുന്നത്. ഇവിടെ നിരവധി സമിതികളുടെ ഒരു ഏകോപനം നടന്നിട്ടുണ്ട്. നിരവധി അംഗങ്ങൾ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. IT സെൽ ഉൾപ്പെടെയുള്ള നിരവധി സാംസ്കാരിക സമിതിയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ഒരു പ്രവർത്തന പദ്ധതി അല്ലെങ്കിൽ അവരുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതികളും നമുക്ക് ഈ ഒരു സ്വാഗത പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. എല്ലാവരെയും വളരെ സാർത്ഥകതയോടുകൂടി ഓർമ്മിക്കുന്നു. സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന യോഗത്തിലേക്ക് നമ്മുടെ അംഗങ്ങൾക്ക് പുറമേ തന്നെ മറ്റ് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിരമിച്ച അധ്യാപകരുണ്ട്, ഗവേഷകരും വിദ്യാർത്ഥികളുമുണ്ട്. ഏവരെയും AKPCTA സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AKPCTA സാംസ്കാരിക വേദിയുടെ പേരിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ AKPCTA സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംഘടനയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റും IFECTO ദക്ഷിണ മേഖലാ സെക്രട്ടറിയുമായ ശ്രീ ജോജി അലക്സ് മാഷെ ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സുപ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ TM കൃഷ്ണ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി, AKPCTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ C പത്മനാഭൻ, ഈ സാംസ്കാരിക വേദിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഡോക്ടർ N രേണുക, സംഘടനയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെ, AKPCTA മറ്റ് നേതാക്കളെ, പ്രവർത്തകരെ, വിരമിച്ച അധ്യാപക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. AKPCTA 63ാം സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരം ഒരു സാംസ്കാരിക വേദി രൂപം കൊള്ളുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുന്ന ദിവസം ആണല്ലോ ഇന്ന്. നമ്മുടെ രാഷ്ട്രം സാംസ്കാരിക രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫാഷിസ്റ്റ് ശക്തികൾ രാഷ്ട്രത്തിന്റെ അധികാരം കൈയാളാൻ തുടങ്ങിയത് മുതൽ സാംസ്കാരിക രംഗത്തുള്ള മുന്നേറ്റങ്ങളെ റദ്ദു ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും എടുത്തുകൊണ്ടിരിക്കുന്ന, കലകളെ അടിസ്ഥാനപരമായി രാഷ്ട്രീയമായി മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തീരുമാനത്തിന്റെ ഫലമായി 2015 തമിഴ് എഴുത്തുകാരനായ പെരുമാൾ മുരുകൻ അദ്ദേഹത്തിന്റെ എഴുത്ത് നിർത്തുന്നതായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ ഈ രാജ്യത്ത് സംജാതമായിരിക്കുന്നു. ശ്യാം ബെനഗൽ, മൃണാൾ സെൻ, അടൂർ ഗോപാലകൃഷ്ണൻ, UR അനന്തമൂർത്തി, ഗിരീഷ് കർണാഷ് എന്നീ മഹാരഥന്മാർ മുൻപ് വഹിച്ച പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ സ്ഥാനം സിനിമയുമായി പുലബന്ധം പോലുമില്ലാത്ത ഗജേന്ദ്ര ചൗഹാൻ പോലെ ഉള്ള ഒരാൾ മഹാഭാരതം സീരിയലിലെ യുധിഷ്ഠിരന്റെ വേഷം ചെയ്തതിനാൽ നിയമിക്കപ്പെടുന്ന സാഹചര്യം വരെ സംജാതമായി. കലാപരമായി തികച്ചും പ്രസക്തമായ ചിത്രങ്ങളെ തഴഞ്ഞുകൊണ്ട് പണക്കൊഴുപ്പിൽ അഭിരമിക്കുന്ന കച്ചവട സിനിമകളായ ബാഹുബലിക്കും മരക്കാരനും
അവാർഡ് നൽകുന്നതിലേക്ക് ദേശീയ സിനിമാ അവാർഡുകൾ എത്തിച്ചേർന്നിരുന്നു. ഹൈന്ദവ ഫാസിസ്റ്റുകൾ മുന്നോട്ടേക്ക് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന ഒറ്റ പ്രത്യയശാസ്ത്രത്തിലേക്ക് എല്ലാ കലകളെയും ചുരുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക നയം തന്നെ. രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യങ്ങൾ കവർന്നെടുക്കുന്ന, ഇല്ലാതാക്കുന്ന ഇത്തരം നീക്കങ്ങളുടെ വളരെ അടുത്ത ഉദാഹരണങ്ങളിൽ ഒന്നാണ് ലക്ഷദ്വീപിന്റെ മേലുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുകയറ്റം. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഡൽഹിയിൽ സാംസ്കാരിക തനിമ വിളിച്ചറിയിക്കുന്ന പ്ലോട്ടുകൾ 952 പ്ലോട്ടുകളും ഇന്നലെ അവിടെ നടത്തിയ പ്ലോട്ടുകളും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുന്നത് പോലും ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ്. 952 ഇന്നത്തേക്ക് ഏതാണ്ട് 70 വർഷം മുമ്പ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ഫോട്ടോസ്, അതിൽ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും യുവത്വത്തെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലോട്ട് കാണാം. ഭാവി ഊർജ ഉൽപാദനത്തെക്കുറിച്ചുള്ള ആസാംകാരുടെ ഒരു പ്ലോട്ട് കാണാം. ഗാന്ധിജിയുടെ കുടിലും ഗ്രാമസ്വരാജ്യം ഒക്കെ വിവരിക്കുന്ന ഉത്തർപ്രദേശുകാരുടെ പ്ലോട്ട് കാണാം. കൈത്തറിയും തുണി ഉൽപാദനവും വിവരിക്കുന്ന ആന്ധ്രാക്കാരുടെ പ്ലോട്ട് കാണാം. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം ഈ സാംസ്കാരിക രംഗത്ത് വന്ന ഒരു മാറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏത് രാഷ്ട്രത്തിന്റെയും പുരോഗതിയുടെ അളവുകോൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ സാംസ്കാരികമായി എങ്ങനെ ഉയർത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഉദാഹരണം എടുത്താൽ KPSC പോലുള്ള പ്രസ്ഥാനങ്ങൾ തൊഴിലാളി വർഗത്തോട് ചേർന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു ജനതയെ ജന്മിത്തത്തിനും ജാതി ചൂഷണത്തിനുമെതിരെ പോരാട്ട സന്നദ്ധരാക്കി. ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ AKPCTയെ ക്ലാസ് റൂമുകളിൽ വിദ്യാർത്ഥികളോട് അക്കാദമി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യാപകരുടെ കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ നാനാതരത്തിലുള്ള വ്യക്തികളോട് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ സംവദിക്കുന്നവർ കൂടിയാണ്. ഇത്തരത്തിൽ ആണ് സംഘടന ഒരു സാംസ്കാരിക സമിതി എന്ന ആശയവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൗന്ദര്യ ശാസ്ത്രവും ആനുകാലിക രാഷ്ട്രീയവും ഭാരതത്തിൽ എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന വിഷയം. ഏത് കലയിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നതാവാം, ഭരണകൂടത്തെ പൊളിച്ച് എഴുതുന്നതാവാം. ജനങ്ങളുടെ നാവാകേണ്ടവരാണ് എഴുത്തുകാർ. കർഷക സമരത്തിന്റെ നാളുകളിൽ എത്രയോ കുറഞ്ഞ എഴുത്തുകാർ മാത്രമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഊട്ടുന്ന പാവപ്പെട്ട കർഷകർക്കൊപ്പം ഇരുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ഗായകൻ അല്ലെങ്കിൽ ഗായിക കർഷക സമരം നടക്കുന്ന തെരുവീതികളിലെത്തി ഒരു ഗാനം കൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. വെള്ളിത്തെരകളിൽ കർഷക വേഷം ആടിയ ഏതെങ്കിലും നടൻ അല്ലെങ്കിൽ നടി താങ്കളെ ദിനവും അന്നമുട്ടുന്ന കർഷകർക്ക് വേണ്ടി ശബ്ദിച്ചുവോ എന്ന ചോദ്യവും ഇവിടെ മുഴങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ സാംസ്കാരിക വേദി പ്രസക്തമാകുന്നത്. കലാലയങ്ങളിൽ എത്തി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അധ്വാനിക്കുന്ന തൊഴിലാളികളോട് ചേർന്ന്, മണ്ണിൽ പണിയുന്ന കർഷകരോട് ചേർന്ന്, കോളേജുകളിലെ വിദ്യാർത്ഥികളോട് ചേർന്ന് നിന്ന് ഫാസിസത്തെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക സായാഹ്നങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാവരും സമന്മാരായി നിന്ന് ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ ആടാം, പാടാം, കൂടാം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഏറ്റിരുന്നത്. അദ്ദേഹത്തിന് കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് ഇപ്പോൾ അറിയിച്ചതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ A. നിശാന്തിനെ ആമുഖ ഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന AKPCTയുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന ഏറെ ബഹുമാന്യനായ സംഗീതജ്ഞൻ ശ്രീ TM കൃഷ്ണ, കേരളത്തിന്റെ ആദരണീയനായ മുൻ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി
ശ്രീ MA ബേബി, AKPCTയുടെ ക്ഷണപ്രകാരം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കോളേജ് അധ്യാപകരുടെ ഏറ്റവും വലിയ സംഘടിത പ്രസ്ഥാനമായ ദി ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ 63 വർഷങ്ങൾ പിന്നിട്ട് ഞങ്ങളുടെ ഒരു പുതിയ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. AKPCTയുടെ സംസ്ഥാന തലത്തിലുള്ളൊരു സാംസ്കാരിക സമിതി, സാംസ്കാരിക വേദി എന്ന പേരിൽ ഇന്ന് ബഹുമാന്യനായ ശ്രീ TM കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടിയെ ധന്യമാക്കിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമുക്കേവർക്കും ആദരണീയനും പ്രിയങ്കരനുമായ കേരളത്തിന്റെ മുൻ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി അവർകളാണ്. കോളേജ് അധ്യാപകരുടെ സേവന വേതന വിഷയങ്ങളിൽ സുശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എക്കാലത്തും സംഘടിത പ്രസ്ഥാനത്തിന്റെ കരുത്തു തെളിയിച്ച സംഘടന, കാലാനുസൃതമായി സംഘടനാ പ്രവർത്തനത്തെ നവീകരിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിലൊന്നാണ് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക്, കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ലേൺ ഇൻ ലോക്ക്ഡൗൺ എന്ന പദ്ധതിയിൽ കൂടി പാതി വഴിയിൽ അവസാനിപ്പിച്ച ക്ലാസുകൾക്ക് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പുനർജീവൻ നൽകിയത്. അധ്യാപകർക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള പരിശീലനം AKPCTA ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ കൂടി സംഘടിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്ന് നമ്മളെല്ലാം വീടുകളിൽ അടച്ചിരിക്കേണ്ടി വന്നൊരു സന്ദർഭത്തിൽ കടുത്ത മാനസിക സംഘർഷത്തിന് വിധേയരായ നമ്മുടെ പ്രിയങ്കരരായ വിദ്യാർത്ഥികളെ സഹായിക്കാൻ കൂടെ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തിനുള്ള കൗൺസിലിംഗ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പരിപാടികളും സമീപകാലത്ത് AKPCTA സംഘടിപ്പിച്ചു. ഈ നിലയിൽ സർവീസ് സംഘടനാ പ്രവർത്തനവും അക്കാദമിക് പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം യോജിപ്പിച്ചെടുത്തുകൊണ്ട് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ഇടമാക്കി നിലനിർത്തുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനകത്ത് സ്തുത്യർഹമായ പ്രവർത്തനമാണ് AKPCTA നടത്തിവരുന്നത്. അതിനുള്ള ഒരു പുത്തൻ ചുവടുവയ്പ്പിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം യഥാർത്ഥത്തിൽ നടത്തേണ്ടിയിരുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ C പത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ഉത്തരവാദിത്തം സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യനായ ശ്രീ TM കൃഷ്ണയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്, ശ്രീ MA ബേബിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുക്കുന്ന സംഘടനയുടെ IT സെല്ല് അണിയിച്ചൊരുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം കാണിക്കുന്നതിന് വേണ്ടി IT സെല്ലിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ TM കൃഷ്ണ ഇന്ത്യൻ സംഗീതജ്ഞൻ എന്ന പ്രസിദ്ധി നേടിക്കഴിഞ്ഞു. തുടൂർ മാടബുസി കൃഷ്ണ എന്ന TM കൃഷ്ണ സംഗീതജ്ഞൻ, അധ്യാപകൻ, ഗ്രന്ഥകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. കലയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ മാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംഗീതത്തിലും സമൂഹത്തിലും നിലനിൽക്കുന്ന അനീതികളോട് സർഗാത്മകമായി പ്രതികരിക്കുന്നു. ചെന്നൈ എണ്ണൂർ പവർ പ്ലാന്റ്, കൊടൈക്കനാൽ പാമ്പാർ ശോലവനങ്ങളിലെ മലിനീകരണം എന്നീ പാരിസ്ഥിതിക വിഷയങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിൽ വന്ന പുറമ്പോക്ക് പാടൽ, കൊടൈക്കനാൽ സ്റ്റിൽ വോണ്ട് എന്ന സംഗീത വീഡിയോ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന ചെന്നൈ കലൈ തിരുവിഴ എന്ന സംഗീതോത്സവം, കലാക്ഷേത്രയിൽ ദളിത് പരമ്പരാഗത നൃത്തരൂപമായ പറയാട്ടം അവതരണത്തിന് നൽകിയ നേതൃത്വം, ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് അനുഭാവം പുലർത്തുന്ന ഐക്യ
എന്നിങ്ങനെ നിരവധി സംരംഭങ്ങളിലൂടെ കലയും സംസ്കാരവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് ശ്രീ ടി.എം. കൃഷ്ണ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് നൽകിയ സംഗീത രൂപവും കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ ആഴിയും തിരയും എന്ന കൃതിയും അഭയദേവന്റെ രചനയായ കനിവോലും കമനീയ ഹൃദയം യേശുമിശിഹാതൻ തിരുവുള്ളം എന്ന ഗാനവും കച്ചേരികളിൽ ഉൾപ്പെടുത്തുക വഴി ക്ലാസിക്കൽ സംഗീതത്തെ മൂടി നിന്നിരുന്ന സവർണതയെ മറികടക്കുകയും ജനാധിപത്യ ഇടങ്ങളിലേക്ക് കലയെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. സംസ്കാരത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ആദരിക്കുന്നതിനായി ഫിലിപ്പൈൻസ് പ്രസിഡന്റ് മാക്സസെയുടെ പേരിൽ രാംസൺ മാക്സസെ ഫൗണ്ടേഷൻ 1957 മുതൽ നൽകി വരുന്ന മാക്സസെ പുരസ്കാരം 2016 ശ്രീ ടി.എം. കൃഷ്ണയ്ക്ക് ലഭിക്കുകയുണ്ടായി. ശ്രീ എം.എ. ബേബി കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം.എ. ബേബി ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, CPIM കേരള സംസ്ഥാന കമ്മിറ്റി അംഗം, രാജ്യസഭാംഗം, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേരള സംസ്ഥാന നിയമസഭാംഗം, കേരള സംസ്ഥാന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി, CPIM പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ എം.എ. ബേബിയുടെ സാംസ്കാരിക രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമായി വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക മേഖലയിലും നവീകരണങ്ങൾ നടന്നു. സ്വരലയയുടെ രൂപീകരണവും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി അംഗീകരിച്ചതും കൊച്ചി മുസ്ലിസ് ബിനാലയ്ക്ക് തുടക്കം കുറിച്ചതും കലാകാര ക്ഷേമനിധി നിയമം പാസാക്കിയതും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിച്ചതും എടുത്തു പറയേണ്ട പരിഷ്കരണങ്ങൾ. 2013 സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അഭിനവ് രംഗമണ്ഡൽ ഏർപ്പെടുത്തിയ പ്രഥമ അർജുൻ സിംഗ് അവാർഡിന് അർഹനായി. കലയെയും സംസ്കാരത്തെയും സംബന്ധിച്ച വ്യക്തവും വിശാലവുമായ കാഴ്ചപ്പാടാണ് എം.എ. ബേബിയുടെ പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും പ്രതിഫലിക്കുന്നത്. അടുത്തതായി നമ്മുടെ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രശസ്ത ഇന്ത്യൻ മ്യൂസീഷ്യനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ ടി.എം. കൃഷ്ണയെ ക്ഷണിക്കുന്നു. Namaskaram and good evening. I'd like to first apologize. I'm going to speak in English and not in Malayalam. I wish I could speak the language, but my limitations only understanding a little bit, not speaking, so apologies. I hope you can all hear me. You can all hear me? Yes. Yes, okay. First, it gives me great pleasure to be part of this inauguration of a cultural forum. And it's wonderful to see Shri M.A. Bedi sir again. It's been some time since we met, and I'm glad that at least online we can meet. What I want to start by saying is that it is so important and so wonderful that teachers are coming together to start a cultural forum in the spirit of secularism, Renaissance, and spirit of humanity. This is indeed very rare, and which is why I want to first applaud all of you for starting a cultural forum with these principles. Because we often speak about change required, we speak about a generation getting corrupted and bigoted and angry and hate, which is what we see everywhere. And if change has to begin, it has to begin in the classrooms, in the colleges, in the schools. And when teachers come together with these democratic principles at heart, it is the right direction, and it is the best place to start any kind of renaissance. I can keep speaking, I can keep writing, I can do what I do.
but it is in those classrooms, not when there are a million people, but when there are 50 students and 100 students, where the most important conversations happen, where the most important experiences happen. And therefore, I want to applaud every one of you. I want to applaud the All Kerala Private Colleges Teachers Association for starting this forum. I hope other associations, not just in Kerala, but across this country, learn from this and also start cultural forums, because we need many small, beautiful things to happen across this country if we want things to change. Of course, we live in tremendously delicate times, in times when there is this web of lies, web of hatred, web of anger, which is in operation every day, every minute. Every day we get up, there is a trigger. There is something that has happened that deeply disturbs our faith in human beings. That is the greatest damage that these forces of hatred are doing on us. Is our trust in humanity is sometimes getting lost. Our trust in people is sometimes getting lost. We sometimes wonder, is this the same person we knew 15 years ago? Is this the same friend with whom I went to college and went to school? Because that is the atmosphere we are living in. And while all of us react every day, say things every day, do our little ways of combating the offensive that is being launched on us, it is important also for us to work in constructive, long-term measures. Something that we think of that is done slowly in the way we design our activities, our cultural being, our cultural life, that we make the change so beautifully through a generation that not just this regime or this group of horrible people are sent out. We must make sure that this doesn't happen again to us. That is what I want to speak about very clearly. One is to fight what is happening today. Another is to plan and work in a manner that it never happens again. Because we can't wake up 25 years later, or next generation cannot wake up and say, oh my God, we are in the same mess that we were in from 2014 onwards. So therefore, these kind of associations and forums are very, very important. So I would like to thank you actually for having started this. And if you think in any manner I can support or participate in the future, please feel free. I'll be more than happy to come and do whatever I can. I want to talk about a few words that we use. I've spoken about it before, but I just want to talk about it again. The first word is aesthetics. This is a word that we all use. In Tamil, the aesthetic parallel word is aragiyal, or the study of beauty in some way. And I want to talk about this because you reduce that word to mean something that is pretty, something that is beautiful, something that is attractive, something that I like, and somebody else may like something else. But aesthetics is not that. And we have to understand that word in the context of what is happening around us today. Aesthetics is the study of beauty. Aesthetics is the understanding of how beauty as an idea is formed, of the form, of the structure, of the intention. Say I sing a song. I sing one line of a song today. I sing a kirtana. The beauty of that kirtana starts with the intention of that kirtana, with the form of the kirtana, with the musical messages that that composition sends. So understanding that entire structure that gives something the body of beauty is aesthetics. Aesthetics is not something about what you like or I dislike or you dislike. It is about understanding why do we like, and also about understanding why does somebody dislike. So what are the properties or the elements that go into how we form the idea of beauty? I want to say this today here because there are many beautiful images that the present regime is putting out. They look pretty. You can't say they look ugly, but their aesthetics is violent. That is what we should be tackling. So the images that the present regime is sometimes putting out may look nice, but it is still a violent action because the intention of putting that out
the way it is constructed, the things that accompany it, or what is said along with it, are all inhuman against the democratic values on which this country is made. So the politics of today's India is in the politics of beauty. We forget that the first thing that divides us is what we like and what we dislike. The moment I see somebody, I've already decided so many things about that person. By the way the person dresses, the way the person looks, the way the person speaks, the dialect of their language, the slang that they use, I have already decided where they are. What is their, do you think I can talk to them? Can I allow them inside my house? Can I have a conversation with them? Everything is already determined before I even speak 2 words to that person. So aesthetics is as it has to understand how this operates. And today's politics is touching upon this, making us hate people for the way they look, making us hate people for the food they eat, the smell that comes from their kitchen, making us hate people because of the books they study, or the way they behave, or the way they pray, or the way they don't pray. So understanding this is at the core essence of fighting the violence that is spreading like a virus in this country. So aesthetics cannot, please, all of you, I request you, all of your teachers, please speak about this. Because even young people think aesthetics is about something being beautiful, something being ugly, something I like. It is not that. It is understanding the inner essence of what that thing is. So, and within this whole idea of beauty, or what I like, or choice, you may call it choice, or taste, we already decide what is superior and what is inferior. We already decide what is of higher class and lower class. So we are already positioning ourselves culturally in our taste every day. So we decide that some kind of music, for example, is acceptable. Some kind of music is not acceptable. Or we say this music must be heard only here. That music must be heard only there. Only those people should hear this music, or only people who hear this kind of music are better. Please understand, every one of these designs are undemocratic designs. Let us also accept that the world of art is not democratic. You may be deeply moved by a song. You may cry because you heard somebody sing. That doesn't mean that the world that that person occupies, or that art world occupies, is democratic. It can be an utterly undemocratic world from which you pick up something that deeply moves you. How does one deal with that contradiction? How does one deal with that contradiction? I'll talk about myself. I sing Carnatic music. It's a completely undemocratic space. I will tell you that myself. Democracy works at the surface level. I won't say it's completely not. It works at a certain surface level. But if I dig deeper, there is the essence of it, the way the society around Carnatic music, within Carnatic music operates, it's undemocratic. It is casteist, it is patriarchal, it has every other element that we see in society. But I still sing that music and I still speak to you about it. Isn't that a contradiction? Shouldn't PM Krishna then just stop singing Carnatic music if he thinks that it is so undemocratic? I've been asked that question. But it doesn't work that way, does it? Even within that space, there is some beauty that has happened. How does one deal? I love a Tyagaraja Kirtana. I may disagree with Tyagaraja in so many ways, but I will worship him as a great musician for whose compositions I will sing. How do I negotiate that conversation between me and Tyagaraja? How do I negotiate in that conversation between things that seem opposite? These are important questions for us to ask ourselves. So what do I do? Let me try answer for myself. I do believe that the democratic conversation must also happen in that undemocratic space. I must be willing to live within that space and ask questions of Tyagaraja. Agree with him. Be absolutely enamored and stunned by the sheer magnificence of his composition, but still say there is something still ugly happening here. So maybe then in that coming together of something that moves me and something that disturbs me, we will find a new language. We will find a new way of having that conversation.
Maybe the next Tyagaraja who evolves will be a different Tyagaraja, who can inhabit both those spaces, who can talk the language that we want to talk, the language of democracy, of equality. Or maybe Tyagaraja found equality in his own little way, in his limitations, in his space. Maybe there's something for me to learn from there too. So we have to, why I'm saying this is, we can't look at this as a black and white conversation. It is not a black and white conversation. It's completely gray. It's very messy. What the people who are forcing the homogeneousness in our society want us to do is to look at every one of these things as a black and white conversation. They want us to say, this is good, that is bad. Or they want to say only this is good. What we need to do is not allow for that and occupy the spaces which they don't want us to occupy. They don't want T.M. Krishna to sing Carnatic music. They would be very happy if tomorrow T.M. Krishna makes an announcement saying, I am not going to sing Carnatic music anymore. They will be relieved. But we can't allow that. So what I want to say is your cultural forum should also occupy those very, within quotes, traditional spaces. Let us occupy those spaces. Let us find room for difficult conversations in also those spaces. Because somebody is speaking, sorry. So if we do that, then they don't have any room to maneuver. Then we are also bringing other aspects of a democratic world into that location which they want to hegemonize. Then there is the other side of it. Those spaces that they want to reject, they want to call ugly. They want to say violent. They want to say they are not part of Indian culture. That's a word I have never understood. I'm still trying to understand what that means. Because I always think there's only Indian cultures in the plural. There is no Indian culture. There is only plural. So they want to push those things as saying they are not Indian. What do we do there? Our tactics there have to be different. The voices that are not being heard, the art forms that are not being seen, the songs that are not being sung have to be heard and sung in all the places where they are not being allowed. So we have to create these multiple conversations that we can do through culture and in the politics of today. And we have to do it in villages. We have to do it in classrooms. We have to do it in colleges. My suggestion is many small things do make a greater impact than one big thing somehow. So you're all teachers, that's what I'm telling you. Let's do this in the classroom. Let's bring the song into the classroom. Let's bring the complexity into the classroom. Another thing, why I'm saying this is also because people are being trained not to think in a complicated manner today. People are being trained not to feel in a complicated manner. People are being trained to lose nuance in our conversation. That in-between space. Great art has always happened when there is an in-between space. Great art has never happened when it is black and white. Artist occupies that space of disturbance, of the space of something rubbing against something else. A poem comes from it, a song comes from it, a raga comes from it, a dance comes from it, a play comes from it. It isn't that in-between. Classrooms and cultural forums must live in that in-between. We have to create a generation that can actually speak the language that is in that in-between, which means the culture of listening has to be got back. The culture of being able to listen, that is also something that is under attack, which is why people shout. People shout because they don't want you to listen. People send one WhatsApp message, that is also shouting, by the way. When you send one WhatsApp message to 10 million people, it's a way of shouting and making sure nobody else is heard. So we have to again get ourselves to listen, get our children to listen, our students to listen, our teachers to listen. Many teachers have lost the ability to listen. When teachers don't listen, how will students listen? They will not listen. So I think that is why such a forum is very, very important. Another thing I want to say is culture by itself does not do anything. We always think art and culture by themselves will do something. No, we have to do something. Art by itself doesn't do anything.
art does what it is trained to do, or culture does what it is trained to do. So if my culture is only to listen to read one kind of poetry, for example, or only listen to certain voices, my entire environment will continue to do that. And if I am lucky, those poets and those culture may be democratic. If I'm unlucky, it will be totally undemocratic. So therefore, culture by itself doesn't do anything. So artists, cultural forums, aficionados, we have to make the effort of working culture towards us doing beautiful things that are part of what humanity needs. So another thing is, just by presenting culture or presenting art, I don't think our job is done. We have to present it in a manner that evokes a question. We have to present it in a music that evokes a thought. That's not necessarily now, but maybe many, many years later, it doesn't matter. So also, I want to just suggest to you that let the cultural forum be a place where it works with culture, that it works on culture, that it takes the word Renaissance means that you make the effort to make culture that open space, not by just saying, I place culture. So we have to create the complexity in a cultural conversation, because culture can also divide. Let's keep that very, very clearly in mind. But our job is much more difficult than those who want to divide. Let me say why. Those who want to divide society, culture has already given them formats. Caste culture, gender culture, religious culture are all given formats. They only use that to make life worse for everybody. We have to actually create something interesting and new. Our work is much harder. Our work requires a lot of thought, because we are saying, we know there is so much beauty in this, but there is also ugliness. How do we make sure that that beauty spreads beyond? The beauty is within the plural, spread beyond the cultures that are the hatred that is holding them in groups. So we have to think a lot about it. It will change even district to district. It will change state to state, people to people. It will change. So this kind of specific thinking is very required for a cultural forum. I just have a few more things to say, and I won't take too much of your time. One thing I want to say is, when we talk about art and culture, there are many different kinds. There are what I call the traditional forms. And then there are those that have come from the politics of, say, contempt of democratic India. Democratic India, I'm using the loose sense. So there is art that is what is called activist art or protest art, or you could call political art. Then you have art that is religious, art that is social. All these things coexist. All these things coexist. So when we say we are a cultural forum, how do we make these things talk to each other? It is more difficult. It is very difficult. It's very easier for me to just say it. But how do we make them talk to each other? How do we make religious art, for example? We have Qawwalis, we have hymns, we have Bhakti Bhajan. How can they participate in what I would call a political conversation, a democratic political conversation? How is it possible? What can they tap into? How can they coexist with Hum Dekhenge, for example? How is Hum Dekhenge and a hymn on a god part of the same conversation? Can they be part of the same conversation? How can they be part of the same? These are all interesting spaces that we have to explore. An important thing when we do all this, another thing that I've seen happening from 2014 to now, especially, is our tendency, and I know where the tendency is coming, and I partly agree, but I partly disagree, is to believe that the past before 2014 was all beautiful and lovely. I am a little uncomfortable with starting there. And the reason I'm saying is I think there is also a requirement for us to contemplate on why we got to 2014. What did we do? And I'd like to look for ourselves. Of course, we know what the other side did.
We all know it. We all know the cultural oppression that was unleashed, the political violence that was unleashed, the social violence. We know that. But maybe we should also ask, how did we fail? What was wrong with our perception of culture in the 60 odd years that we were democratic? Did we miss something? What did we miss? What didn't we see? What were we unwilling to do? What were our limitations? I would also strongly believe that that is a process of thinking that is required for all of us, especially all of us who are left of center. Especially all of us. Because I think that's a question we are uncomfortable asking ourselves. I'm not saying everybody, but I've met enough people who are uncomfortable, which is why I'm just putting it out there. We cannot be uncomfortable asking that question. We have to ask that question because whatever we learned from those missteps or blind spots, if you want to call it, we have to make sure it does not happen again. So I think that is also an important work for your forum. Important work to think what are the conversations we were refusing to have? What are we still uncomfortable to talk about? All of us in the left of center may ask, what are the things we are uncomfortable to talk about in culture? Why are we not having those conversations? I think those are things that also we should do. And I'm only saying this because I don't want this to happen again. I don't want our children and grandchildren having a Zoom meeting like this in a political environment like this. We cannot afford it. So it is also important to say, yes, there were some beautiful things in the past, which we need to reimagine and recover, save, protect, regenerate. But there are also things that we did not do in the past that we need to start doing today. There are also things that we need to think completely out of the box from the past and present. That is emerging today. So time, as in past, present, future, has to be a fluid and an honest and an unlimiting conversation in a cultural forum. Because it's a forum of cultures and it's a forum for the future, reflecting on the past and present. Therefore, I love the word Renaissance. When I read that word Renaissance in your letter, I loved it because Renaissance also means there's critical thinking. And I'm just pointing towards that critical thinking that needs to be there. So I'd like to conclude by saying that I'm extremely happy to be part of this conversation, to be part of this discussion, to participate with all of you and to be here with Comrade Bedi in this discussion. And I wish you all the very best. And I want to again reiterate, it is extremely touching to see a teachers association come together to reimagine culture. It only bodes very, very positive things for all your students. And I wish all of you, your forum, your students, your colleges, the very, very best. Thank you very much for including me in this event. Namaskar. Thank you, Sri T.M. Krishna, for your informative and highly inspiring talk. അടുത്തതായി നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മുൻ സംസ്ഥാന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എം.എ. ബേബിയെ ക്ഷണിക്കുന്നു. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, ശ്രീ ജോജി അലക്സ്, ഡോക്ടർ രേണുക, ഡോക്ടർ സി പത്മനാഭൻ, ശ്രീ നിഷാന്ത്, AKPCTയുടെ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സംഗീത ലോകത്തിന്റെ അഭിമാനവും എഴുത്തുകാരനും ചിന്തകനുമായ എൻ്റെ ആദരണീയനായ സുഹൃത്ത് ശ്രീ ടി.എം. കൃഷ്ണ, സഹോദരി സഹോദരന്മാരെ, ഒന്ന് രണ്ട് വാചകങ്ങൾ
ശ്രീ TM കൃഷ്ണയുടെ കേൾവിക്കായി നമ്മുടേതല്ലാത്ത ഭാഷയിൽ പറയാൻ അനുവദിക്കുമെന്ന് കരുതുന്നു. Dear Shri TM Krishna, I am extremely delighted to be in this program with you. In fact, I have consented to be part of this basically with this selfish interest that I would be able to listening to your enlightening presentation, as also to have this opportunity to be together, at least online. As usual, you made a very thought-provoking presentation, a succinct presentation covering every aspect of the topic. Therefore, the inaugural address has turned out to be the keynote address. And asking somebody to make a keynote address after having listened to your comprehensive presentation is quite out of place. I would like to very briefly speak now, and I hope you would permit me to switch over to Malayalam. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രീ TM കൃഷ്ണയുടെ വളരെ സൂക്ഷ്മമായ അപഗ്രഥനത്തിന് ശേഷം ഈ വിഷയത്തെ മുൻനിർത്തി ദീർഘമായ ഒരു പ്രതിപാദനം ആവശ്യമില്ല. ഒരു 7-8 മിനിറ്റ് കൊണ്ട് 8 മണിക്ക് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 എത്തുകയുമായി. ഇതിന് രണ്ടിനും ഇടയിലാണ് AKPCTയുടെ നേതൃത്വത്തിൽ ഈ സാംസ്കാരിക വേദി അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ സൗന്ദര്യശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിന്റെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന വളരെ പിരിമുറുക്കമുള്ള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള വരികൾ വളരെ ഉദാത്തമായ ആശയങ്ങളാണ്. രാഷ്ട്രീയവും സാമൂഹ്യവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ ആശയങ്ങൾ ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആമുഖത്തിൽ സംഗീതമുണ്ട്. എന്നാൽ ആ ആമുഖത്തിൽ സംഗീതമുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചത് ശ്രീ TM കൃഷ്ണയാണ്. ആമുഖം അർത്ഥഗംഭീരമായി സംഗീത സാന്ദ്രമായി ശ്രീ TM കൃഷ്ണ ആലപിച്ചിട്ടുള്ളത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഈ അർത്ഥത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന. എന്നാൽ ആ ഇമ്പോർട്ടന്റ് ആയ രേഖയെ ഇമ്പോർട്ടന്റ് ആയ ഒരു രേഖയാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു സാംസ്കാരിക വേദി മുഖ്യമായും സാംസ്കാരിക വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്
എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ സംസ്കാര രാഹിത്യവും ഭരണഘടന എന്ന നമ്മുടെ അടിസ്ഥാന നിയമ ഗ്രന്ഥത്തെ വെറും ഒരു കടലാസ് കെട്ടായി അവശേഷിപ്പിച്ചുകൊണ്ട് ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സമത്വാധിഷ്ഠിത മൂല്യങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ പ്രവർത്തനങ്ങൾ സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് അവരുടെ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അവർ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന സമീപനം ശ്രീ ടി എം കൃഷ്ണ സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്നവർ, പക്ഷേ പ്രത്യക്ഷത്തിൽ വളരെ ആകർഷകമെന്ന് തോന്നുന്ന ഭാഷയിലും ശൈലിയിലുമാണ് തങ്ങളുടെ ആപൽക്കരമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് വളരെ വളരെ ശരിയാണ്. സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപരവൽക്കരണവും ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുന്ന നവഫാസിസ്റ്റ് പദ്ധതിയും ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് സാംസ്കാരിക പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിന്റെ സംസ്കാര ശൂന്യതയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കൂടി വ്യാപിക്കേണ്ടി വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പുതിയ സാംസ്കാരിക വേദിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾക്ക് നടത്താവുന്ന പ്രവർത്തനങ്ങളുടെ നേരിയ ചില സൂചനകളും ഈ സന്ദർഭത്തിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടി എം കൃഷ്ണ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. സംസ്കാരത്തിൽ ഹൈ കൾച്ചർ, ലോ കൾച്ചർ, അങ്ങനെയെല്ലാമുള്ള വേർതിരിവുകളെ സംബന്ധിച്ച് ശ്രീ ടി എം കൃഷ്ണയുടെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. എല്ലാ തരം കലകളെയും പല കള്ളികളിലായി തിരിച്ചു വെക്കുന്ന പലതരം കലാരൂപങ്ങളെയും എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ കഴിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് 2022 നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന നാനാതരം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇഫ് വിന്റർ ഹാസ് കം, സ്പ്രിംഗ് കനോട്ട് ബി ഫാർ ബിഹൈൻഡ് എന്ന് നമ്മളെ ഓ ടു ദി വെസ്റ്റ് വിൻഡ് എന്ന അതിപ്രസിദ്ധമായ കവിതയിലൂടെ ഓർമ്മിപ്പിച്ച PB ഷെല്ലിയുടെ 200ാം ചരമവാർഷിക വർഷമാണ് 2000 ആണ്ട്. ജൂലൈ മാസമാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം ജൂലൈ 8-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്, 30ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ വർഷം ഷെല്ലിയുടെ 230ാം ജന്മവാർഷിക വർഷവും കൂടിയാണ്. അപ്പൊ ഷെല്ലിയെ മുൻനിർത്തിക്കൊണ്ട് മാറ്റത്തിന്റെ ആശയങ്ങൾ എങ്ങനെ കവിതയിൽ, ഷെല്ലിയുടെ കവിതയിൽ മാത്രമല്ല, ഷെല്ലിയെ ഒരു പ്രതീകമായി എടുത്തുകൊണ്ട് എങ്ങനെ കവിതയും സാഹിത്യവും ലോകത്തെ പുതുക്കി വാർക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതുതന്നെ വിക്ടർ ഹ്യൂഗോയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം
ലേ മിറാബിലെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ 160-ാം വർഷമാണ് ഈ 2022. ലോക സാഹിത്യത്തിലും രാഷ്ട്രീയ ചിന്തയിലും ആ ഗ്രന്ഥം വരുത്തിയിട്ടുള്ള സ്വാധീനം പ്രസിദ്ധമാണ്. യഥാർത്ഥത്തിൽ പാവങ്ങൾ എന്ന നാലപ്പാട്ട് നാരായണ മേനോന്റെ മലയാള പരിഭാഷയാണ് യുഗോയുടെ കൃതിയുടെ മലയാള പരിഭാഷ മലയാള ഗദ്യസാഹിത്യത്തെ തന്നെ വളർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ചരിത്രാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് വിവേകാനന്ദന്റെ ചരമ വാർഷികാചരണം. 2022 വിവേകാനന്ദൻ മരിച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ മരിച്ചിട്ട് 120 വർഷമാവുകയാണ്. 1902 സ്വാമി വിവേകാനന്ദൻ മരിച്ചത്. ഇത് നമ്മൾ ഓർക്കുകയും സ്വാമി വിവേകാനന്ദന്റെ വ്യത്യസ്ത സംഭാവനകൾ, പുരോഗമനപരമായ ആശയങ്ങളുണ്ട്. ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ ആമുഖത്തിൽ തന്നെ പരാമർശിച്ചു, കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സ്ഥാനത്ത് നിന്നും കേരളത്തെ മാറ്റി നിൽക്കുന്നതിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ചുകൂടെ പറഞ്ഞു. പക്ഷെ സ്വാമി വിവേകാനന്ദനെ ഇപ്പോൾ വർഗീയ ശക്തികൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ഫാസിസ്റ്റ് ശക്തികളുടെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനുകൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തിന് നൽകിയിട്ടുള്ള പേര് വിവേകാനന്ദ സെന്റർ എന്നാണ്. BJP തന്നെ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രമായി പറഞ്ഞത് ഗാന്ധിയൻ സോഷ്യലിസം എന്നായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് ജർമ്മൻ വർക്കേഴ്സ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അതാണ് നാസി പാർട്ടിയായിട്ട് മാറിയത്. അപ്പൊ തൊഴിലാളികളുടെയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരുടെയും പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഹിറ്റ്ലറുടെ പാർട്ടി തന്നെ ജർമ്മനിയിൽ വന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ശൂദ്രന്മാരുടെ ഒരു ഭരണം ഇന്ത്യയിലും ലോകത്തും വരും എന്ന് റഷ്യൻ വിപ്ലവത്തിന് മുമ്പ് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ, ബ്രാഹ്മണാധിപത്യത്തിനെതിരായി സംസാരിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ, മതസൗഹാർദ്ദത്തിന് വേണ്ടി ഉറച്ചു നിന്ന സ്വാമി വിവേകാനന്ദനെ RSS അവരുടെ സമ്പത്താക്കി മാറ്റാൻ, അവരുടെ പ്രചോദനമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നത് ചർച്ച ചെയ്യാൻ സ്വാമി വിവേകാനന്ദന്റെ മരണത്തിന്റെ ഈ 120-ാം വർഷത്തിൽ നമുക്ക് കഴിയണം. സ്വാമി വിവേകാനന്ദനെ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിമർശിക്കേണ്ട മേഖലകൾ ഉണ്ടാവാം. നമ്മൾ ഒരു പുരോഗമന ജനാധിപത്യ സാംസ്കാരിക പ്രസ്ഥാനം ഓരോ വ്യക്തിയെയും, ഓരോ പ്രതിഭാസത്തെയും, ഓരോ പ്രവണതയെയും അതിന്റെ സമഗ്രതയിൽ പഠിക്കാനും വിശകലനം ചെയ്യാനും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുമാണ് ഉരുമ്പെടേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിശ്ചിതമായ സമയം പൂർത്തീകരിക്കുന്നു. 8 മണി ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. വളരെ ശ്ലാഘനീയമായ ഒരു മുൻകൈയാണ് AKPCTയുടെ നേതൃത്വത്തിൽ ഈ സാംസ്കാരിക വേദിയുടെ രൂപീകരണം. ഭാവിയിലും ഈ സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ സന്ദർഭമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ TM കൃഷ്ണയുടെ ഉജ്ജ്വലമായ ഉദ്ഘാടന പ്രസംഗത്തിന് അദ്ദേഹത്തോട് എൻ്റെ വ്യക്തിപരമായ പേരിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. AKPCTയുടെ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രൗഢ ഗംഭീരമായ മുഖ്യപ്രഭാഷണം നടത്തി നമ്മെ ധന്യനാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ MA ബേബിക്ക് നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ക്രോഡീകരണം നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി AKPCTയുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ VP മർക്കോസിനെ ക്ഷണിക്കുന്നു.
ഏറ്റവും ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് അലക്സ് സർ, ഇന്ത്യയുടെ തന്നെ അഭിമാനമായ സംഗീതജ്ഞൻ ടി.എം. കൃഷ്ണ, കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി സഖാവ് എം.എ. ബേബി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി സി. പത്മനാഭൻ, പ്രിയ സഹപ്രവർത്തകരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, 1958 ഒരു സമര സംഘടന എന്ന നിലയിൽ രൂപം കൊണ്ട സംഘടനയാണ് ദി ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന AKPCTA. എന്നാൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന AKPCTA മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടന്ന സന്ദർഭമാണ് ഇന്ന്. സാംസ്കാരിക വേദിയുടെ രൂപീകരണവും ഉദ്ഘാടനവും വാസ്തവത്തിൽ AKPCTA പോലുള്ള അധ്യാപക സംഘടനയുടെ അനിവാര്യമായ ചരിത്ര സന്ദർഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് നടപ്പിലാക്കുകയും ഇരിക്കുകയാണ്. എന്താണ് സംസ്കാരം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ടി.എം. കൃഷ്ണയും എം.എ. ബേബിയും വളരെ ഗൗരവതരമായ ചിന്തകൾ പങ്കുവെച്ചു കഴിഞ്ഞു. പ്രബല സമൂഹത്തിന്റെ സംസ്കാരത്തെ സംസ്കാരമെന്ന് എണ്ണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നീതികേടിനെ തിരിച്ചറിയുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇന്ന് ഇന്ത്യൻ ജനത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനതയുടെ സംസ്കാരം എന്നത് ജനതയുടേതാണ്, അധികാരത്തിൻ്റെതല്ല എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയും. ആധുനികാനന്തര കാലത്ത്, ഈ കോളനി അനന്തര കാലത്ത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത സംഘപരിവാർ ശക്തികളുടെ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും സംസ്കാരമാണ് ഇന്ന് ഇന്ത്യൻ സംസ്കാരം എന്ന പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനും ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. അത്തരമൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടേതുപോലുള്ളൊരു സംഘടനയ്ക്ക് ഇത്തരമൊരു സാംസ്കാരിക വേദി രൂപീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത്. വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സംസ്കാരമെന്ന ആശയത്തെ വളരെ ഉപരിപ്ലവമായി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. ടി.എം. കൃഷ്ണ പറഞ്ഞതുപോലെ വളരെ ലളിതമായി ഉപരിപ്ലവമായി ചിന്തിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ് നമ്മൾ. ഉയർന്ന സംസ്കാരം, താഴ്ന്ന സംസ്കാരം എന്ന വിവേചനം പാടില്ല എന്ന മാർക്സിയൻ വീക്ഷണത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടന മൂല്യങ്ങളുടെ ഉയർത്തിപ്പിടിക്കൽ ഇന്ന് എത്രമാത്രം അനിവാര്യമാണ് എന്ന് പലതരം മാതൃകകളുടെയും ഉദാഹരണങ്ങളുടെയും സമർത്ഥിച്ചുകൊണ്ടാണ് സഖാവ് എം.എ. ബേബി നമ്മളോട് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഈ സായാഹ്നം വളരെ അർത്ഥപൂർണവും സംതൃപ്തവുമായി തീരുന്നതിന്റെ
ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി അങ്ങോട്ട് സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്ത് നമ്മൾ നടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ സംസ്കാരമെന്നും പ്രതിസംസ്കാരമെന്നുമുള്ള വാക്കുകൾ ഏതെല്ലാം തലത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അധ്യാപകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാംസ്കാരിക വേദിക്ക് കഴിയേണ്ടതുണ്ട്. അടുത്ത മാസം പകുതിയോടുകൂടി ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടക്കമിടുവാൻ കഴിയും എന്നാണ് സാംസ്കാരിക വേദി പ്രതീക്ഷിക്കുന്നത്. സംസ്കാരത്തെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്കാരം എന്ന ഹൈ കൾച്ചറിനെ പിരമിഡാകൃതിയിലുള്ള സംസ്കാര രൂപത്തെ തകർത്ത് നിരപ്പായ ഒരു സംസ്കാരത്തെ എങ്ങനെ ആളുകളുടെ ചിന്തകളിലേക്ക് എത്തിക്കാം എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണ പരമ്പരയാണ് സാംസ്കാരിക വേദി വിഭാവനം ചെയ്യുന്നത്. ഫെബ്രുവരി 15-ാം തീയതിയോടുകൂടി പ്രഭാഷണ പരമ്പരയുടെ തുടക്കം കുറിക്കാൻ കഴിയും എന്ന് സാംസ്കാരിക വേദി സങ്കല്പിക്കുന്നു. തുടർന്നു വരുന്ന ആഴ്ചകളിൽ സംസ്ഥാന തലത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെ ഊന്നിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രഭാഷണ പരമ്പര നടത്തുവാൻ നമ്മൾ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കലാപഠന ശില്പശാല സാംസ്കാരിക വേദിയുടെ ഏറ്റവും അടുത്ത ലക്ഷ്യമാണ്. നമ്മുടെ അധ്യാപകരിൽ കലാപഠനത്തിലും കലയിലും കലാപഠനത്തിലും തൽപരരായ ആളുകൾക്ക് കലാപഠനത്തിന്റെയും കലാവിമർശനത്തിന്റെയും കലയുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഗൗരവതരമായ വിശകലനങ്ങൾ ഉൾക്കൊള്ളുന്ന ശില്പശാല സംഘടിപ്പിക്കുവാനാണ് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വരുന്ന 2 മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന വളരെ പ്രയത്നം ആവശ്യമുള്ള 2 ഇനം പരിപാടികളാണ് തൽക്കാലം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തേക്ക് വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു സമ്മേളനം, ഒരു യോഗം നമുക്ക് ഓൺലൈനിൽ സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ പരിമിതി നമ്മളെല്ലാവരെയും ദുഃഖിതരാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്രയും ആളുകൾക്ക് പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യമാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് ജോജി അലക്സ് സാറാണ്. സാറിന് സാംസ്കാരിക വേദിയുടെയും ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സാംസ്കാരിക വേദി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സംഗീതജ്ഞനും ഇന്ത്യയുടെ തന്നെ അഭിമാന സാംസ്കാരിക പ്രവർത്തകനുമായ, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനുമായ TM കൃഷ്ണയാണ്. സർ, മതിപ്പുറക്കും മര്യാദയ്ക്കും ഉരിയ
TM கிருஷ்ணா அவர்களுக்கு என்னுடைய மனமார்ந்த வணக்கம். சார், எங்கள் அழைப்பை ஏற்று இந்த இணையதள கூட்டத்திற்கு வருகை தந்து தாங்களுடைய சொற்பொழிவை எங்களிடம் பகிர்ந்து கொண்டதற்கு நன்றி. இந்த பாரத நாட்டில் கலை மற்றும் கலாச்சாரத்துக்கு தாங்களுடைய பங்களிப்பு விலைமதிக்க முடியாதது. சார், எங்களுடன் சிறிது நேரம் கலந்துரையாடியதற்கும் இந்த விழாவை துவக்கி வைத்ததற்கும் எங்களுடைய இதயபூர்வமான மற்றும் மனங்கனிந்த மகிழ்ச்சியும் நன்றியும் தெரிவித்துக் கொள்கிறோம். നന്ദി സാർ. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് നമുക്ക് ഏവർക്കും സുപരിചിതനായ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് MA ബേബിയാണ്. അദ്ദേഹത്തോടുള്ള അകമഴിഞ്ഞ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത്തരമൊരു യോഗത്തിന്റെ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കേണ്ടിയിരുന്നത് നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഡോക്ടർ C പത്മനാഭൻ മാഷായിരുന്നു. അദ്ദേഹത്തിന് നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് തൽക്കാലം പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ പിന്നിൽ, ഈ യോഗത്തിന്റെയും ഈ സാംസ്കാരിക വേദിയുടെയും പിന്നിൽ വളരെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ഇത് ഈ തരത്തിൽ സഫലമായി തീരുവാൻ കാരണമാകുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടി നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ സാംസ്കാരിക വേദിയുടെ കൺവീനർ ഡോക്ടർ N രേണുക വളരെ പ്രയാസപ്പെട്ട് ധാരാളം ഉറക്കമൊഴിഞ്ഞ് ആളുകളെ സംഘടിപ്പിക്കുകയും ഈ യോഗത്തിനാവശ്യമായിരിക്കുന്ന എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും യാതൊരു മടിയും കൂടാതെ നടത്തുകയും ചെയ്ത രേണുക വാസ്തവത്തിൽ സാംസ്കാരിക വേദിയുടെ കൺവീനർ മാത്രമല്ല, AKPCTയുടെ അഭിമാനം കൂടിയാണ്. രേണുക ടീച്ചർക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. സാംസ്കാരിക വേദിയുടെ അംഗങ്ങളായി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഡോക്ടർ അശ്വതി, ഡോക്ടർ ഫാറൂഖ്, ഡോക്ടർ അനൂപ്, ഡോക്ടർ സൗമ്യ, ഡോക്ടർ ബിജു, ഡോക്ടർ സുമിത നായർ, ഇവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം, അങ്ങനെ തന്നെ പറയണം, പല കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് അവർ ഇത്തരമൊരു യോഗത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയത്. അവരോടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന് വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങൾ മുഴുവൻ നൽകിയത് നമ്മുടെ IT സെല്ലാണ്. IT സെല്ലിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനിൽ മാഷ് എത്ര നന്ദി പറഞ്ഞാലും വില തീരാത്ത വിധം അത്രമാത്രം നന്ദി അർഹിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഞാൻ വളരെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. 4 പ്രൊമോഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അനിൽകുമാറാണ് 2 ചെയ്തത്. 2 ചെയ്തത് നമീർ മഠത്തിൽ എന്ന നമ്മുടെ പ്രിയ സഖാവാണ്. 2 പേർക്കും സാംസ്കാരിക വേദിയുടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് ലൈവും യൂട്യൂബ് ലൈവും മേൽനോട്ടം വഹിക്കുന്നത് ലിജിൻ മാത്യുവും ഡോക്ടർ ഹരിനാരായണനുമാണ്. 2 പേർക്കുമുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതിഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ വീഡിയോ തയ്യാറാക്കിയത് അനിൽകുമാറാണ്. അതിന് ശബ്ദം നൽകിയത് നമ്മുടെ കൂടെയുടെ ചുമതലക്കാരി കൂടിയായ സപ്ന ടീച്ചറാണ്. ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നതിന് ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട്. TM കൃഷ്ണ അവകളിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിച്ച പ്രകാശ് അയ്യർ സാർ, KM സുധാകരൻ സാർ എന്നിവരോടുള്ള എല്ലാമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നിശാന്ത് മാഷ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ, സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരായി മാറേണ്ടുന്ന AKPCTയുടെ അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, ഇത്തരമൊരു സന്ദർഭത്തിൽ വളരെ ആഹ്ലാദത്തോടും
ഹൃദയം നിറഞ്ഞു എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി AKPCTA പുതിയ കാൽവയ്പായ സാംസ്കാരിക വേദിയുടെ ഈ ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയാക്കി തീർക്കുവാൻ സഹകരിച്ച, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യയുടെ അഭിമാനമായ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന സുപ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ TM കൃഷ്ണ, മുഖ്യ പ്രഭാഷണം നടത്തിയ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നമ്മുടെ അഭിമാനവുമായ സഖാവ് MA ബേബി അവർ, ഈ പ്രോഗ്രാം ഇത്തരത്തിൽ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി സംഘടിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിച്ച സാംസ്കാരിക വേദിയുടെ കൺവീനർ രേണുക ടീച്ചർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, ഇതിൽ ആദ്യന്തം പങ്കെടുത്ത് ഇതിനെ ഒരു വലിയ വിജയമാക്കി മാറ്റിയ അധ്യാപക സുഹൃത്തുക്കൾ, മറ്റ് എല്ലാ നല്ലവരായ സാംസ്കാരിക സ്നേഹികൾക്കും AKPCTA സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.